പലരുടെയും കൺസേൺ ഇതാണ്, ഇനി പഠിച്ചാൽ മതിയോ എക്സാമിനേഷന് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സാമിനേഷൻ കൃത്യമായിട്ട് പാസ് ആകാനായിട്ട്. അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുക. സോ അതിനുവേണ്ടി നമ്മൾ മാറ്റിയിരിക്കുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ PSCയുടെ സിലബസ്, അതുകൂടാതെ തന്നെ നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച്. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മുടെ ഹോമിയോ നഴ്സിംഗിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നൽകിയിരുന്നു. സോ നമ്മുടെ ഹോമിയോ നഴ്സിംഗിന്റെ എക്സാമിനേഷൻ, ഹോമിയോ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സോ അതിന്റെ എക്സാമിനേഷൻ വരുന്നത് നവംബർ മാസം 20-ാം തീയതി അല്ലെ, അടുത്ത മാസം 20-ാം തീയതിയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 48 ദിവസം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, ഒരു 48 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. സോ പലരുടെയും കൺസേൺ ഇതാണ്, ഇനി പഠിച്ചാൽ മതിയോ എക്സാമിനേഷന് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സാമിനേഷൻ കൃത്യമായിട്ട് പാസ് ആകാനായിട്ട്, ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട്. അത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊരു സ്ട്രാറ്റജി ആകണം അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിന് ഒരു മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോ നഴ്സിംഗിന്റെ കൺഫർമേഷൻ ഒക്കെ കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു, കൺഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. വളരെ, അതായത് ഒരു 10,000 പേരോളം ആയിരുന്നു എനിക്ക് തോന്നുന്നു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. സോ അത്യാവശ്യം ഒരു നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ അല്പം കുറഞ്ഞ ഒരു ഏരിയ ആണ് ഈ ഒരു ഹോമിയോ നഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതുകൂടാതെ ഇതിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞു അല്ലേ. സോ അതിന്റെ ചുവട് പിടിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. സോ ഞാൻ നിങ്ങളുടെ സമയമൊന്നും അപഹരിക്കുന്നില്ല, നേരെ നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നോക്കി, നമ്മുടെ സിലബസിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ തന്നിരുന്നു. സോ സിലബസിന് പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നോക്കി, അതിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുക. സോ അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 12 ദിവസങ്ങളാണ് കേട്ടോ. 12 ദിവസം. കൂടാതെ മൈക്രോബയോളജി, സൈക്കോളജി, സോഷ്യോളജി, അതായത് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ PSCയുടെ സിലബസ്, അതുകൂടാതെ തന്നെ നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം മൈക്രോബയോളജി, സോഷ്യോളജി, സൈക്കോളജി, ഇതിന് 3 ദിവസം നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഇൻക്ലൂഡിംഗ് ന്യൂട്രീഷൻ ഫസ്റ്റ് എയ്ഡ് കേട്ടോ. നഴ്സിംഗ് ഫൗണ്ടേഷൻ, ന്യൂട്രീഷൻ ഫസ്റ്റ് എയ്ഡ് 3 days, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് 2 days, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 3 days, പീഡിയാട്രിക്സ് 3 days, OBG 4 days, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 4 days, പിന്നെ ലാസ്റ്റ് ലാബ് ഒരു റിവിഷന് വേണ്ടി 14 days കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുക. കഴിഞ്ഞിട്ടില്ല, ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഡൗട്ടാണ് തീരുമോ എന്നുള്ളതല്ലേ. പക്ഷേ ഞാൻ പറയാലോ, നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ പലരും ഒക്കെ ചോദിക്കും, ഈ OBG ഒക്കെ പഠിക്കാൻ 4 ദിവസം മതിയോ? ശരിക്കും പറഞ്ഞാൽ OBG പഠിക്കാൻ 4 ദിവസം പോരാ. പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ DME എക്സാമിനേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞു. സോ അതിന്റെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ ടോപ്പിക്സും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ പറഞ്ഞുതരാം. സോ അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അതുകൂടാതെ തന്നെ ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റാങ്ക് ഒക്കെ നമുക്ക് മുന്നിലേക്ക് വരികയും നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനൊക്കെ കഴിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക. അതായത് ഒരു ഡെയിലി, അതായത് നമുക്ക് ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്കൂർ കേട്ടോ, മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. സോ അതിന്റെ ടൈം ടേബിൾ ഇത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് പറയുക, ഒരു ടൈം വെച്ചിട്ട് തന്നെയാണ് പറയുക. അപ്പോൾ ചിലപ്പം വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, വർക്ക് ചെയ്യാത്തവരുണ്ടാകാം, വീട്ടിൽ ഒരു പണി ഇല്ലാത്തവരുണ്ടാകാം, വീട്ടിൽ ഒരുപാട് ജോലിയുള്ളവരുണ്ടാകാം. സോ അപ്പം നിങ്ങൾ ജോലിയിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പഠന സമയമൊക്കെ ക്രമീകരിക്കണം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് പറയുക. ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച്, ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്യുക. അപ്പൊ രാവിലെ ഒരു 6 മണിക്ക് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 6 to 6:30 ഒരു ക്വിക്ക് റിവിഷൻ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, റിവിഷൻ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം പോകേണ്ടതാണ്. സോ നിങ്ങൾ തലേദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക ഒരു അരമണിക്കൂർ. അതിനുശേഷം 6:30 മുതൽ 9:30 മണി വരെ, അതായത് 3 മണിക്കൂർ ടൈം ഉണ്ട്. സോ പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ടൈം യൂസ് ചെയ്യുക കേട്ടോ. അതല്ല എങ്കിൽ നോക്കിയാൽ ഇപ്പൊ അതായത് ചിലർക്കൊക്കെ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കില്ലേ. ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ഈ രാവിലത്തെ ടൈം നമുക്ക് പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ചിലർക്കാണെങ്കിലോ
മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഈ സമയം അല്ല എങ്കിൽ ഒരു 3 to 6 PM വൈകിട്ട് ഒരു 3 to 6 PM നിങ്ങൾക്ക് പുതിയ ടോപ്പിക് ഒക്കെ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുകൂടാതെ ഈ 7:30 to 8:30 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. എനിക്കറിയാം ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ടാകാം. നൈറ്റ് ഡ്യൂട്ടിക്കാര് വേറെ സമയം, അതായത് നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് അതിനുശേഷമുള്ള ടൈം നിങ്ങൾ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അതല്ലാത്തവർക്ക് ഒരു 7:30 to 8:30 ഇതും കോമൺ ആയിട്ടുള്ള ടൈമാണ്. അതായത് 6:30 to 9:30 അല്ലെങ്കിൽ 3 to 6, അതിനോടൊപ്പം തന്നെ 7:30 to 8:30. അപ്പൊ ഇത്രയും സമയം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, പുതിയ ടോപ്പിക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നെക്സ്റ്റ് ഒരു 8:30 to 9:30 എന്ന് പറഞ്ഞാൽ MCQs പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മിനിമം ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ നമുക്കൊരു 48 ദിവസമാണുള്ളത്. മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പം 50 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 2400 ക്വസ്റ്റ്യൻസ് കേട്ടോ. 2400 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ട് പോകാനായിട്ട് കഴിയും. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എജുസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്ത നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് അറിയാമായിരിക്കും അല്ലെ, നിങ്ങൾക്കൊക്കെ നിങ്ങളോടാട്ടോ, നമ്മുടെ സ്റ്റുഡൻസിനോടാണ് പറയുക, നിങ്ങൾക്കൊക്കെ ഡെയിലി ഓരോ ദിവസം അല്ലെ, ഡെയിലി ഓരോ മണിക്കൂർ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നൽകുന്നുണ്ടല്ലേ. സോ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അത് നിങ്ങൾ മിസ്സാകാതെ തന്നെ കാണുക, അല്ലെങ്കിൽ പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കിയാൽ ഫേസ് 1 വരുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. ഇത് 10 days പ്ലസ് 2 days കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഒരു ഡേ 1 അതായത് ഇന്ന് ബ്ലഡ്, അതായത് ഹെമറ്റോളജി പഠിക്കുക കേട്ടോ. ഹെമറ്റോളജി ഇത് നമ്മൾ ചാപ്റ്ററിന്റെ പേര് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഹെമറ്റോളജി എടുക്കുമ്പോഴത്തേക്ക് ഹെമറ്റോളജി പഠിക്കുക, ഫുള്ള് പഠിക്കുക, പക്ഷെ ഈ ടോപ്പിക്സ് നിങ്ങൾ വിടാതെ പഠിക്കുക കേട്ടോ. അല്ല എങ്കിൽ ഇത് വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് അറിയാം സിലബസിൽ ഒരു കാര്യം പോലും വിട്ടുകളയാൻ പറ്റില്ല, കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യുക, പക്ഷേ ഈ ഏരിയാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ഏരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് അനീമിയ, താലസീമിയ, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ഹോഡ്കിൻസ്, നോൺ ഹോഡ്കിൻസ് ലിംഫോമയൊക്കെ നന്നായിട്ട് പഠിക്കുക. ഡേ 2 നെക്സ്റ്റ് നാളെയാണ്, October 4 കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. അനാട്ടമി ഫിസിയോളജി സാധാരണ ചോദിക്കുന്ന ഏരിയ ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ്, നെക്സ്റ്റ് CHF, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ, റൊമാറ്റിക് ഫീവർ, ഹൈപ്പർ ടെൻഷൻ, ഷോക്ക് ഒക്കെ സാധാരണ ചോദിക്കുന്ന ഏരിയാസ് ആണ്. നെക്സ്റ്റ് ഡേ 3 ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ആണ്, അതിന്റെ അനാട്ടമി ഫിസിയോളജി. പിന്നെ ആസ്മ, COPD, ന്യൂമോണിയ, TB, വെന്റിലേറ്റർ കെയർ കേട്ടോ. വെന്റിലേറ്റർ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഡേ 4 ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ അപ്പർ GI, എസ്പെഷ്യലി ഗ്യാസ്ട്രൈറ്റിസ്, പെപ്റ്റിക് അൾസേഴ്സ്, ലിവർ സിറോസിസ്, പാൻക്രിയാറ്റൈറ്റിസ് കേട്ടോ. ലിവർ സിറോസിസ്, പാൻക്രിയാറ്റൈറ്റിസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡേ 5 ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ തന്നെ ലോവർ GI ആണ്, കൊളൈറ്റിസ്, ഒബ്സ്ട്രക്ഷൻ, ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, അപ്പൻഡിസൈറ്റിസ്, ഹെർണിയ ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഡേ 6 ആണെങ്കിൽ റീനൽ യൂറിനറി ലൈക്ക് UTI, നെഫ്രൈറ്റിസ്, റീനൽ കാൽക്കുലൈ, ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ്. അതിൽ ഡയാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. നെക്സ്റ്റ് ഡേ 7 ആണെങ്കിൽ നെർവസ് സിസ്റ്റം ആണ്, CVA വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ്, അൽഷൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, സീഷേഴ്സ്, മയസ്തീനിയ ഗ്രേവിസ്, ഗിലൻ ബാരി സിൻഡ്രോം. ഇതിൽ ഗിലൻ ബാരി സിൻഡ്രോം, മയസ്തീനിയ ഗ്രേവിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. ഡേ 8 എൻഡോക്രൈൻ, അതിൽ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഡയബറ്റീസ്, അഡിസൺസ് ഡിസീസ്, കുഷിങ്സ്, ദെൻ പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഡേ 9 ആണെങ്കിൽ മസ്കുലോസ്കെൽറ്റൽ, കൂടാതെ സ്കിൻ ഫ്രാക്ചേഴ്സ്, ആർത്രൈറ്റിസ്, ഗൗട്ട്, ബേൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഷർ സോർ, ബ്രസ്റ്റ് ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കുക. ഡേ 10 ആണെങ്കിൽ ഓങ്കോളജി, അതുകൂടാതെ എമർജൻസീസ് ലൈക്ക് മാലിഗ്നൻസീസ്, കീമോ, പാലിയേറ്റീവ് കെയർ, ട്രയാജ്, ഡിസാസ്റ്റർ നഴ്സിംഗ് കേട്ടോ. ഡിസാസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, ട്രയാജും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയാണ് ഡേ 11 വന്നപ്പോൾ നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഒന്ന് വിട്ടുപിടിച്ചേക്കുവാണ്. മൈക്രോബയോളജി കേട്ടോ. മൈക്രോബയോളജി, ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോബ്സ്, ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ അതിലും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അസെപ്സിസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഡേ 11 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് അഗൈൻ നമ്മൾ ബാക്ക് ടു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണ്. ഡേ 12 ഐ, ഒഫ്താൽമോളജി, വിഷൻ, കാറ്ററാക്ട്, ഗ്ലോക്കോമ, ഇൻഫെക്ഷൻസ്. ഡേ 13 ആണെങ്കിൽ ENT, അതിൽ ഹിയറിംഗ് ലോസ്, ഓട്ടൈറ്റിസ്, മീഡിയ എക്സ്റ്റേണ ഇന്റേണ ഒക്കെ ഉണ്ട്, എപ്പിസ്റ്റാക്സിസ്, ടോൺസിലൈറ്റിസ്. സോ നമ്മൾ ഡേ 13 ആയിട്ടുണ്ട്. സോ ഓർക്കുക, ടോപ്പിക്സ് കുറച്ചാണെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം കൂടെ വർക്കൗട്ട് ചെയ്തു പോവുക. നമ്മുടെ കുട്ടികളാണെങ്കിൽ നമുക്ക് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും. ഡെയിലി ഒരു 1 hour പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, അത് നിങ്ങൾ പഠിച്ചു തീർക്കാം. ഡേ 14 നഴ്സിംഗ് കൺസെപ്റ്റ്, എത്തിക്സ്, കമ്മ്യൂണിക്കേഷൻ, നഴ്സിംഗ് പ്രോസസ്. അതായത് ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽസ്, ഫസ്റ്റ് എയ്ഡ്, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു 5 days നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡേ 15 ഹൈജീൻ, ന്യൂട്രീഷൻ, എലിമിനേഷൻ, പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്,
ഡേ 16 ആണെങ്കിൽ ഫസ്റ്റ് എയ്ഡ്, CPR, ഫ്രാക്ചേഴ്സിൽ, ബേൺസ്, ഷോക്ക്, പോയിസണിങ്ങിലൊക്കെയുള്ള ഫസ്റ്റ് എയ്ഡ്. കൂടാതെ ഡേ 17 ആണെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ലൈക്ക് പ്ലാനിങ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ്, റെക്കോർഡ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ലീഡർഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒക്കെ സാധാരണ ചോദിക്കുന്നതാണ്. ഡേ 18 ആണെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, റിസർച്ച്, അതിൽ പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, പിന്നെ ഡേറ്റ കളക്ഷൻ, EBP അതായത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഡേ 19 ആണെങ്കിൽ അഗെയിൻ നമ്മുടെ സൈക്യാട്രി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. അസസ്മെന്റ്, കൂടാതെ നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഡേ 20 ആണെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ, ആങ്സൈറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ്. ഡേ 21 ആണെങ്കിൽ സൈക്കോ ഫാർമക്കോളജി, അതുകൂടാതെ തെറാപ്പീസ്, കമ്മ്യൂണിറ്റി സൈക്യാട്രി, ലീഗൽ ആസ്പെക്ട്സ് ഒക്കെ പഠിക്കുക. ഡേ 22 ആണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ പീഡിയാട്രിക്സിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഡേ 22 ആകുമ്പോഴത്തേക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പ്രിവെന്റീവ് പീഡിയാട്രിക്സ്, കൂടാതെ പ്രൊസീജിയേഴ്സ് that should be followed in the pediatrics. Then day 23 congenital and developmental disorders, പിന്നെ പീഡിയാട്രിക് ഇൽനസ്. ഡേ 24 പീഡിയാട്രിക് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഡിസോർഡേഴ്സ്, ദെൻ ചൈൽഡ് വെൽഫെയർ ലോസ് അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്ട്സ്. നെക്സ്റ്റ് നമ്മൾ ഫേസ് 7 അല്ലെങ്കിൽ ഡേ 25 മുതൽ OBG ആണ്, ഒരു 4 days. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഡേ 25 എംബ്രിയോളജി, ഫീറ്റൽ ഡെവലപ്മെന്റ്, നോർമൽ പ്രഗ്നൻസി ഇമ്പോർട്ടന്റ് ആണ്. ഡേ 26 ലേബർ സ്റ്റേജസ്, മാനേജ്മെന്റ്, കോംപ്ലിക്കേഷൻ. 27 പ്യൂർപേറിയം, ന്യൂബോൺ കെയർ, ഫാമിലി പ്ലാനിംഗ്. ഡേ 28 ഹൈ റിസ്ക് പ്രഗ്നൻസി, ഒബ്സ്റ്റട്രിക് എമർജൻസി, ഗൈനക്കോളജി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗൈനക്കോളജി പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അഗൈൻ 4 days ആണ്. ഡേ 29 ആണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, എപ്പിഡമിയോളജി, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഏരിയ ആണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, പിന്നെ ബാക്ക് ടെക്നിക്. ഡേ 30 ആണെങ്കിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഇമ്മ്യൂണൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ. ഡേ 31 ഫാമിലി വെൽഫെയർ, ഡെമോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ്, ഹെൽത്ത് പ്ലാനിംഗ്, ഹെൽത്ത് സർവീസസ് ഇൻ ഇന്ത്യ. ഡേ 32 ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഹെൽത്ത്, അതിൽ WHO, യൂണിസെഫ്, റെഡ് ക്രോസ്, റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് അഗൈൻ നമ്മൾ ഡേ 33 വരുവാണെങ്കിൽ സൈക്കോളജി. ഡേ 34 സോഷ്യോളജി, എസ്പെഷ്യലി ഫാമിലി കൾച്ചർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ DMA എക്സാമിന് ചോദിച്ച ഏരിയാസ് ആണ്. നെക്സ്റ്റ് അതായത് ഡേ 34 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഇന്റൻസീവ് റിവിഷൻ മോഡിലേക്ക് നമ്മൾ മാറുകയാണ് കേട്ടോ. അതായത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചു, പല പ്രാവശ്യം നമ്മൾ പഠിച്ചു, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു. ഇനി നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക കേട്ടോ. അതായത് ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ ആണ്. ഡേ 35 36 മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഹെമറ്റോളജി, കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി സിസ്റ്റം. 37 38 ആണെങ്കിൽ അഗൈൻ GI, റീനൽ, എൻഡോക്രൈനോളജി. 39 40 ആണെങ്കിൽ ന്യൂറോ, മസ്കുലോസ്കെലറ്റൽ, സ്കിൻ, ഓങ്കോളജി. ഡേ 41 അഗൈൻ മൈക്രോബയോളജി, കൂടാതെ സെൻസ് ഓർഗൻസ്. ഡേ 42 ആണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, ഫസ്റ്റ് എയ്ഡ്. ഡേ 43 നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്. ഡേ 44 മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്. 45 ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ഡേ 46 അതായത് നവംബർ 17 OBG. ഡേ 47 അല്ലെങ്കിൽ നവംബർ 18 കമ്മ്യൂണിറ്റി, അതുകൂടാതെ ബിഹേവിയറൽ സയൻസസിന്റെ റിവിഷൻ, സൈക്കോളജി, സോഷ്യോളജി ആണ്. ഡേ 48 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതായത് നവംബർ 20th നമ്മുടെ എക്സാം ആണ്. അപ്പോൾ വീക്ക് ഏരിയാസിലുള്ള റിവിഷൻസ് ഒക്കെ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ്, ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും, അതുമൊക്കെ അറ്റൻഡ് ചെയ്യുക. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്റ്റഡീസ് പോകേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുക, പഠനത്തോടൊപ്പം റിവിഷൻ കൊണ്ടുപോകുക, അതുകൂടാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എജൂസ് അക്കാഡമിയിൽ ഒരു പുതിയൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾ പലരും ഒക്കെ പല രീതിയിലൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ ഒരു എക്സാമിനോട് അടുത്ത് വരികയാണ്. സോ ഇനിയിപ്പോൾ പലർക്കൊക്കെ ചിലപ്പോൾ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിചാരിച്ച പോലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആകുന്നില്ല, ഇമ്പോർട്ടന്റ് ഏരിയാസ് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ധൈര്യത്തോടെ നമുക്ക് എജൂസ് അക്കാഡമിയിലേക്ക് വരാം. നന്നായിട്ട് പഠിക്കുക. ഇൻ കേസ് എല്ലാവരും വരണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാത്തവർ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ, നന്നായിട്ട് പഠിച്ചോളൂ. പക്ഷേ ഈ പറഞ്ഞ ഏരിയാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.